പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മോട് എപ്പോഴും കരുണയുള്ളവനാണ്. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സങ്കടങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളെ കാണുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എത്ര പേർക്ക് ഇന്ന് വിശ്വാസമുണ്ട്? നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ഇനി എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ വഴികൾ മുട്ടിപ്പോയി, അല്ലെങ്കിൽ ഇനി തുറക്കുവാൻ വാതിലുകളില്ല, സകല വാതിലുകളും നമുക്ക് മുൻപാകെ അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ ഇന്ന് ഈ സമയത്ത് തുറക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കുവാൻ പോകുന്നു. നിങ്ങളുടെ അടഞ്ഞ സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവം തുറക്കുവാൻ പോകുന്നു. നിങ്ങളുടെ അടഞ്ഞു പോയ മറ്റു ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്ന് ദൈവം തുറക്കുവാൻ പോകുന്നുവെന്ന് എത്ര പേർ ഇന്ന് ഈ സമയം വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം നമുക്ക് ചിന്തിക്കാമല്ലോ. ചില അടഞ്ഞുപോയ വാതിലുകളെ, അടഞ്ഞുപോയ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് ഈ സമയം നമുക്ക് ചിന്തിക്കാം. തിരുവചന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് നിന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഹാഗറിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖകരമായ ഒരു അവസ്ഥ. ചില കാരണങ്ങൾ മുഖാന്തരം അവളുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ നേരിടുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ഹാഗറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും, അബ്രഹാമിൻ്റെയും സാറയുടെയും ഭവനത്തിൽ അവൾ എങ്ങനെയുള്ളവളായിരുന്നു? അവൾ ദാസിയായിരുന്നു. ഹല്ലേലൂയ. അവൾ അബ്രഹാമിന് ദാസിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഹാഗർ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് അവൾക്ക് അബ്രഹാമിലൂടെ ഒരു കുഞ്ഞു ജനിക്കുകയും അതിനുശേഷം ചില പ്രയാസങ്ങൾ ആ ഭവനത്തിൽ വന്നത് മുഖാന്തരം അബ്രഹാമും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സാറ അവളെ പുറത്തേക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അബ്രഹാമിൻ്റെ തണൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ യജമാനൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തണലിൽ നിന്ന് തൻ്റെ മകനുമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുവാൻ തക്കവണ്ണം അവൾ ബാധ്യസ്ഥയായി തീരുകയാണ്, അല്ലെങ്കിൽ അവളുടെ സിറ്റുവേഷൻ അങ്ങനെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അന്ന് വരെ അവളുടെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ സ്നേഹമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവളുടെ യജമാനത്തിയായ സാറയുടെ സ്നേഹം അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ചില കാരണങ്ങൾ മുഖാന്തരം അവൾക്ക് തൻ്റെ മകനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. എന്നാൽ മകനെ കുറിച്ച് നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു നേരായ വഴിയിലുള്ളൊരു മകനല്ലായിരുന്നു. അബ്രഹാമിനും സാറയ്ക്കും കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് സാറ തന്നെയാണ് അബ്രഹാമിന് ഹാഗറിനെ ഭാര്യയായി നൽകിയത്. എന്നാൽ അതിനുശേഷം ചില ബുദ്ധിമുട്ടുകൾ സാറയുടെ ജീവിതത്തിൽ നേരിട്ടത് മുഖാന്തരം ഹാഗറിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ നമ്മൾ ഈ കേട്ട ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ 21-ാം അധ്യായം, അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: പൈതൽ വളർന്നു മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യ ദാസിയായ ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, അബ്രഹാമിനൊരു മകൻ ജനിച്ചപ്പോൾ, മകനില്ലാത്ത കാലത്ത് സാറ ഹാഗറിനെ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഹാഗറിലുണ്ടായ മകൻ അവർക്ക് ഒരു പരിഹാസിയായി തോന്നിയപ്പോൾ, അല്ലെങ്കിൽ അതൊരു പരിഹാസമാണെന്ന് മനസ്സിലാക്കിയ ശേഷം
അബ്രഹാമിന്റെ പക്കൽ നിന്നും അല്ലെങ്കിൽ സാറയുടെ അടുക്കൽ നിന്നും ഹാഗറിനെ പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹാഗറിനെ മാത്രമല്ല, ഹാഗറിനെയും മകനെയും പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഹല്ലേലൂയ. ഇവിടെ രണ്ടുപേരും അബ്രഹാമിന്റെ മക്കളാണ്. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നത് യഥാർത്ഥ ഭാര്യയിൽ ഉണ്ടാകാത്ത മകനും അതുപോലെ തന്നെ ആ ഭാര്യയ്ക്കുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം ദൈവത്തോട്, ദൈവമേ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു? എൻ്റെ മകനെയും അതുപോലെ തന്നെ എൻ്റെ ദാസിയെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ എന്തിന് കടന്നു വന്നു എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടമായി തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവരുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരിക്കലും വിഷമിക്കേണ്ട, ഒരിക്കലും നീ സങ്കടപ്പെടേണ്ട. കാരണം ഇസഹാക്കിൽ നിന്നുള്ള തലമുറയാണ് നിനക്ക് സന്തതിയായി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ദാസിയുടെ മകനെയും ഞാൻ ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അവനെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ തന്നെ ദൈവം ആ മകനെയും എന്ത് ചെയ്യുന്നറിയാമോ, ആ ഇസ്മായിലിനും ഒരു അനുഗ്രഹം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ പോകത്തില്ല. അവൻ ഇറങ്ങി, അവൻ പോകുന്നത് മുഖാന്തരം അവൻ്റെ അമ്മയും അവനുമായിട്ട് ഇറങ്ങി പോകുന്നത് മുഖാന്തരം അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് അബ്രഹാമിന് ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം ഒരു ഉറപ്പ് നൽകി. അതിനുശേഷം ഹാഗറും മകനുമായി അവിടെ നിന്ന് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം കാണുവാൻ സാധിക്കുന്ന വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. കാണുന്നു, തുരുത്തിയിലെ വെള്ളം ചെലവായപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. ഹല്ലേലൂയ. അവർക്ക് ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചുറ്റും ഒരു സ്ഥലത്ത് നിന്ന് പോലും ആഹാരമോ വെള്ളമോ കിട്ടാത്ത അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഹാഗർ ചെയ്തൊരു പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. മകന്റെ മരണം എനിക്ക് കാണുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ് അവൾ മാറി നിൽക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. എൻ്റെ മകന്റെ മരണം എനിക്ക് കാണുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ് അവൾ മാറി നിൽക്കുന്നൊരവസ്ഥയുടെ അവളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അവൾ വളരെയധികം തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൾ മകന്റെ മരണം കാണാതെ മകനെ ഒരിടത്ത് നിർത്തിയ ശേഷം അവൾ മാറി നിന്ന് കരയുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും തരത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മാറിയിരുന്ന് കരയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെട്ട സമയത്താണോ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹല്ലേലൂയ ഇനിയൊരു പുതിയൊരു വഴി എനിക്ക് തുറക്കത്തില്ല, ഇനി അല്പം പോലും വെള്ളം കിട്ടുവാൻ സാധ്യതയില്ല എന്ന് ഹാഗർ ചിന്തിച്ചതുപോലെ, പ്രിയതമ, നിങ്ങളുടെ മുമ്പിൽ സകല വഴികളും അടഞ്ഞ് ഇനി എൻ്റെ നാശത്തിലേക്കാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലാണോ ഇന്ന് ഈ സമയം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ പുതുവഴികളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ ഹാഗർ തന്റെ ജീവിതത്തിൽ നോക്കിക്കേ, തൻ്റെ മകന്റെ മരണം എനിക്ക് കാണുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ്, എൻ്റെ മകന്റെ മരണം എനിക്ക് കാണുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ മാറിയിരുന്ന് കരയുന്നൊരവസ്ഥ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് തങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് മാറിയിരുന്ന് കരയുന്നൊരവസ്ഥയിലായിരിക്കുന്നു? എത്ര പേർ ഇന്ന് മക്കളുടെ അവസ്ഥകളെ ഓർത്ത് കരയുന്ന അവസ്ഥയിലാണ് നിങ്ങൾ? ചില മക്കളൊക്കെയും ഹല്ലേലൂയ ലഹരിയുടെയും മറ്റ് രാസപദാർത്ഥങ്ങളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ആമേൻ ഹല്ലേലൂയ അടിമകളായപ്പെട്ട് അവർ ആയിരിക്കുന്ന സമയത്ത് എത്രയോ മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ മക്കൾ അവരുടെ വിവാഹ ജീവിതങ്ങൾ ഹല്ലേലൂയ നശിച്ചു പോയി. എൻ്റെ മകളുടെ വിവാഹ ജീവിതം ഇതുവോടും കൂടെ നശിച്ചു എന്ന ചിന്തയിലായിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഹല്ലേലൂയ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആമേൻ ഹല്ലേലൂയ സകല വഴികളും അടഞ്ഞ്
പുതിയൊരു വഴിയിലേക്ക് അവരെ കടത്തിവിടുവാൻ കഴിയാത്ത അവസ്ഥയിൽ, സ്റ്റക്കായി പോയ അവസ്ഥയിലായിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ചിലപ്പോൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്നിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിൽ എത്രയോ പേരായിരിക്കുന്നു. എന്നാൽ തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ ദൈവം നമുക്ക് പുതുവഴികളെ തുറന്നു തരുവാൻ തക്കവണ്ണമടിയായി തീരാ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ സമയത്ത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവം നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ തക്കവണ്ണമടിയായി തീരും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ ഇവിടെ അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവളുടെ മകനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയ ശേഷം അവിടെ നിന്ന് നമ്മളൊരു അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരെ അകത്ത് പോയി വീഴുമോ അത്രയും ദൂരത്തേക്ക് എന്നറിയാമോ അവൾ പോയി നിൽക്കുവാൻ തക്കവണ്ണം മടിയായി തീർന്നു. കാരണം എന്നറിയാമോ? മകന്റെ കരച്ചിൽ എനിക്ക് എന്ത് ചെയ്യണ്ട, കാണണ്ട. മകന്റെ അവസാനത്തെ ശ്വാസം എനിക്ക് കാണേണ്ട. അവൻ കിടന്ന് നിലവിളിക്കുന്നത്, വെള്ളം കിട്ടാതെ അവൻ്റെ തൊണ്ട വരണ്ട് അവൻ നിലവിളിക്കുന്നത് എനിക്ക് കാണണ്ട എന്ന അവസ്ഥയിൽ എന്തെന്നറിയാമോ? അവൾ മാറിയിരുന്ന് കരയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുമ്പോൾ ആമേൻ ഹല്ലേലൂയ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 17-ാമത്തെ വാക്യം ഇവിടെ കാണുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ആമേൻ. അവൾ മാത്രമല്ല, ആമേൻ എന്ത് ചെയ്യുന്നറിയാമോ? ബാലനും കരയുന്നൊരവസ്ഥയിലേക്ക് വന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവളുടെ മകനും കരയുന്നൊരവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആമേൻ കരഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വിളി കേൾക്കുന്നൊരു ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കരച്ചിലുകളെ ആമേൻ ഹല്ലേലൂയ ആമേൻ അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിലുകളെ കാണുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കരച്ചിലുകൾക്ക് ഹല്ലേലൂയ ചെവി തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ ഒന്ന് കരയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ദൈവത്തോട് നിലവിളിക്കുവാനൊന്ന് തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ നിലവിളികളെ കേട്ട് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവൻ കഴിവുള്ള ഒരു ദൈവമാണ്. അവൻ അതിന് മനസ്സുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് കരയുവാൻ ഇന്ന് തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് കരയുവാൻ നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തരും. ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നു, എന്തറിയാമോ? ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്ന പോലെ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു. അവളോട്, ഹാഗറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്, അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണ് അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടിരിക്കാം, കർത്താവേ ഞാനൊന്ന് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിന് നടുവിൽ ഞാനൊന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവേ നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ നന്ന് നമ്മളെപ്പോഴൊക്കെ പലപ്പോഴുമൊക്കെ നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം, അല്ലേ? എപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം. പക്ഷേ ഇവിടെ തിരുവചനം പറയുന്നു, അങ്ങനെ വിളിച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നമ്മുടെ വിളികൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് വരാത്തത് മുഖാന്തരമാണ് ദൈവം നമ്മോട് അടുക്കിലേക്ക് ഇറങ്ങി വരാത്തത്, അല്ലേ? നമ്മുടെ വിളി കറക്റ്റ് ആണെങ്കിൽ, ആത്മാർത്ഥമായാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ, നമ്മൾ ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ, നമ്മുടെ ആവശ്യം 100% യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ, ഹല്ലേലൂയ, ചില കാര്യസാധ്യത്തിനു വേണ്ടി ദൈവത്തെ വിളിക്കുന്നവരുണ്ട്, അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ചില കാര്യസാധ്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി ചിലപ്പോൾ ഒരു വിവാഹം നടക്കാനായിരിക്കാം, അല്ലേ? ചിലപ്പോൾ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ അതിൽ നിന്നൊരു വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം സംഭവിക്കുവാൻ വേണ്ടി ചിലരൊക്കെ ദൈവത്തെ വിളിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു വിളിയല്ല, താൽക്കാലികമായിട്ടുള്ളൊരു വിളിയല്ല. യഥാർത്ഥമായി നിങ്ങൾ യേശുവിനെ അറിയുവാൻ ആഗ്രഹിച്ച്, യേശുവിനെ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച്, അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഫോളോവറായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെയാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാൻ, നിങ്ങളുടെ മുറിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാൻ, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നു എന്നറിയാമോ, ബാലന്റെ നിലവിളി കേട്ടെന്നറിയാമോ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രയാസത്തിൽ നിങ്ങളൊന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവളൊരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. അതെ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ആമേൻ. ദൈവത്തിന്റെ ദൂതൻ ഹാഗറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ എന്ത് ചെയ്യുക? നീ ഇവിടെ ഇരിക്കണ്ട. ആ ദൈവത്തിന്റെ വിളി കേട്ടു. ആ ദൈവത്തെ വിളിച്ച വിളി ദൈവം കേട്ടു. നീ വെറുതെ ഇരിക്കണ്ട. നീ പോയി ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യുക. നീ അവന് വേണ്ടി ഇനി പ്രവർത്തിക്കുക. ദൈവം അവന് വേണ്ടി സകലതും ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ നീ ഒന്ന് കണ്ണ് തുറന്ന് കാണുക എന്നാണ് ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. 19-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകളെ തുറന്ന് നമുക്ക് വേണ്ടുന്ന സകലതും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സകലതും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് നമ്മൾ മറന്നു പോകരുത്. ആ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ണു തുറന്ന് കാണുക. നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി പണ്ടേ നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുന്നു? നിങ്ങൾ ദൈവത്തെ വിളിക്കാത്തത് മുഖാന്തരമാണ് നിങ്ങൾക്ക് അത് ലഭിക്കാത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായപ്പോൾ തന്നെ നമുക്ക് വേണ്ടി രോഗസൗഖ്യം അവൻ അതിൽ നിന്ന് നേടിയെടുത്തതാണ്. രോഗസൗഖ്യം അവൻ നമുക്ക് വേണ്ടി കരുതിയതാണ്. അത് ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ കാണാത്തതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വിളിക്കാത്തത് മുഖാന്തരമാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലാത്തത് മുഖാന്തരമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയി തീരാത്തത് മുഖാന്തരമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവത്തോട് അടുക്കാത്തത് മുഖാന്തരം, ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തപ്പെടാത്തത് മുഖാന്തരം നമ്മൾക്ക് അത് കാണുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് അത് മറച്ചു വച്ചിരിക്കുവാൻ തൊക്കെ ഇടയായിത്തീരും. നമ്മുടെ ജീവിതങ്ങളിൽ അത് അനുഭവിക്കുവാൻ തൊക്കെ കഴിയാത്ത അവസ്ഥയിലായിത്തീരും. എന്നാൽ നിങ്ങളൊന്ന് കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ സകലതും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി, നമ്മുടെ സകലതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി അത് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾക്കൊരു ഭവനമില്ലാത്ത ഒരു വ്യക്തിയാണോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഭവനമില്ലാത്തൊരു വ്യക്തിയാണോ? നിങ്ങൾ ചിന്തിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിമഹശ്രേഷ്ഠമായ ഒരു ഭവനം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് പകൽക്കാലം? എത്ര പേർ ദൈവത്തോട് വിശ്വസിക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊന്ന് കരയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൾ എന്തെന്നറിയാമോ? അതിനുശേഷം ആ തുരുത്തിയുമായി അവിടെ ചെന്ന് എന്തെന്നറിയാമോ? വെള്ളമെടുത്ത് ബാലനെ കുടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിന് മുമ്പത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടെന്നറിയാമോ? അവൻ നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ വിളിക്കുവാൻ നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചുകൂടിയില്ലായിരിക്കാം, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചുകൂടിയില്ലാത്ത കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് തരും.
കാരണം എന്നറിയാമോ, നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ ഹാഗറും ബാലനുമായി അവരൊരു തുരുത്തി വെള്ളത്തിന് വേണ്ടി അവർ കരഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നല്ലോ അവൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തം കൂടെ തന്റെ മകന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്മായേലിന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മകനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വലിയ ജാതിയാക്കി മാറ്റും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് പ്രിയ ദൈവമക്കളെ? ആമേൻ. നമുക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിളിക്കുന്ന വിളി, ആമേൻ, യഥാർത്ഥമായി നമ്മൾ വിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, നിങ്ങൾ വിളിക്കുന്ന വിളിക്ക് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചില ബോണസുകളുടെ ദൈവം തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? ആമേൻ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആമേൻ നേടിയെടുക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അവൻ ആരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നു ഇപ്പോൾ ആയിരിക്കുന്നത്? ആരാലും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ചിലപ്പോൾ മക്കൾ നിങ്ങളെ അന്വേഷിക്കാത്ത അവസ്ഥയിലായിരിക്കാം. ആമേൻ. ചിലപ്പോൾ മാതാപിതാക്കൾ നിങ്ങളെ അന്വേഷിക്കാത്ത അവസ്ഥയിലായിരിക്കാം. അവർ നിങ്ങളെ ഒരു ഭാരമായി കാണുന്ന അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ. ചിലപ്പോൾ നീ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാലോ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലോ, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആമേൻ. തിരുവചനത്തിൽ പറയുന്ന പോലെ അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലോ, ഇവിടെ ഹാഗറിന്റെ ജീവിതത്തിൽ അബ്രഹാം അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആമേൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ സാറ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആമേൻ. രണ്ടുപേരും ഹല്ലേലൂയ സംരക്ഷിക്കേണ്ട രണ്ടുപേരും അവളെ ഹാഗറിനെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം അവളെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറായില്ല. ദൈവം അവൾക്ക് വേണ്ടി സകല നന്മകളും തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. അതിനുശേഷം ആമേൻ പിന്നീടുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ അനേകം ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ദൈവം അവൾക്കും അവളുടെ തലമുറയ്ക്കും നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകം ആമേൻ ഹല്ലേലൂയ അനേകം നന്മകളെ അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ലോകത്തിലെ മറ്റു ഒരു രാഷ്ട്രങ്ങൾക്കും ഇല്ലാത്ത, മറ്റു ഒരു ജാതികൾക്കും അവകാശമില്ലാത്ത അനേക എണ്ണപ്പാടങ്ങൾ ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേക സുഗന്ധ ദ്രവ്യങ്ങളുള്ള ദേശത്ത് അവരെ പാർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയായി തീർത്തു. ആമേൻ. അനേകം ഹല്ലേലൂയ രത്നങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ചെന്ന് പാർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ദൈവം അവരെ ഹല്ലേലൂയ ആമേൻ സാമ്പത്തികമായി വളരെയധികം ആമേൻ വിപുലീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. നമ്മൾ വിളിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മളെ വിളിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മളെ വാക്ക് പറഞ്ഞിട്ട് നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നൊരു ദൈവമല്ല എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിക്കുവാൻ നിങ്ങളൊന്ന് തയ്യാറാകുന്നുണ്ടോ? കർത്താവേ, യേശുവേ, എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. അവൻ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെയല്ല. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറിക്കളയുന്ന മനുഷ്യനെ പോലെയല്ല. അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മെ ഓർക്കാതിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല. അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്തവനാണ്. നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, നിന്നെ ഒരു വലിയ ജാതിയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ മാറ്റുന്നവനാണ്. നിനക്ക് രോഗസൗഖ്യം നൽകുമെന്ന് പറഞ്ഞാൽ നിന്റെ രോഗത്തെ അവൻ മാറ്റുന്നവനാണ്. നിന്റെ കടബാധ്യതയിൽ നിന്ന് നിന്നെ വിടുവിക്കുമെന്ന് അവൻ പറയുന്നുവെങ്കിൽ നിന്റെ കടബാധ്യതയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയായി തീരും. നിന്റെ മക്കളെ ഹല്ലേലൂയ ഉന്നതങ്ങളിൽ ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്റെ മക്കളെ ഹല്ലേലൂയ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് പകൽക്കാലം? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? ആമേൻ. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ആമേൻ. എനിക്ക് അനേക ആവശ്യങ്ങളുണ്ട് കർത്താവേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ, എൻ്റെ ആവശ്യത്തിൻ്റെ മേൽ നീ ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ ആവശ്യത്തിൻ്റെ മധ്യത്തിൽ നീ ഒന്ന് ഇറങ്ങി വരണമേ എന്ന് എത്ര പേർക്ക് നദരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ വിളിക്കുവാൻ സക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്? ആത്മാർത്ഥ ഹൃദയത്തോടും കൂടെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്?
നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഇറങ്ങി വരുവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അപ്പോൾ ഹല്ലേലൂയ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന പ്രിയ സഹോദരങ്ങളെ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവ എന്തൊക്കെ ആവശ്യത്താലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷേ സ്വർഗത്തിലെ കർത്താവ് അങ്ങ് അറിയുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആവശ്യഭാരത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, സകലതിനും അങ്ങ് നീക്കുപോക്കി നൽകി പ്രിയ സഹോദരങ്ങളെ അങ്ങ് മാനിക്കുന്ന നല്ല കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവ്വധന കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.